സമരോത്സുകമായ ഉത്തരേന്ത്യൻ കർഷക പ്രതിഷേധമായ ദില്ലി ചലോ മാർച്ച് നടന്നിട്ട് ഇന്നേക്ക് 100 ദിവസം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJP ഭരണകൂടത്തിനെതിരെ ഹരിയാനയിലും പഞ്ചാബിലും സമരം ശക്തമാക്കുകയാണ് കർഷകർ. BJP നേതാക്കളുടെ വീട് വളയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങൾക്കാണ് കർഷകർ ഇന്ന് നേതൃത്വം നൽകുന്നത്. രാജ്യത്തെ കർഷകരെ ശത്രുപക്ഷത്ത് നിർത്തിയ ഒരു സർക്കാർ. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ നടത്തിയ സമരത്തെ അടിച്ചമർത്താനായി നടത്തിയ നീക്കങ്ങളെല്ലാം ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതോടെ അവർ ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി. സമരോത്സുകമായ ഉത്തരേന്ത്യൻ കർഷകരുടെ വെറും പ്രതിഷേധമായിരുന്നില്ല ദില്ലി ചലോ മാർച്ച്. സമരം തുടങ്ങി ഇന്നേക്ക് 100 ദിവസം തികയുമ്പോഴും ഭരണകൂടത്തിനെതിരായ നിലയ്ക്കാത്ത പ്രതിഷേധത്തിലാണവർ. താങ്ങുവില നിയമപരമാക്കുന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചും ഒന്നാം കർഷക സമരം ഒത്തുതീർപ്പാക്കുമ്പോൾ കർഷകർക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനാകാത്ത മോദി സർക്കാരിനെതിരെയാണ് കർഷകർ ദില്ലി ചലോ മാർച്ച് സംഘടിപ്പിച്ചത്. എന്നാൽ കൂറ്റൻ കോൺക്രീറ്റ് ബ്ലോക്കുകളാൽ ദേശീയപാത അടച്ചും മുള്ളുവേലികൾ പാകിയും ശത്രുരാജ്യത്തെ ഭടന്മാരെന്ന പോലെ മോദിയുടെയും അമിത്ഷായുടെയും പോലീസ് കർഷകരെ തടഞ്ഞു. മാത്രമല്ല, കർഷകർക്ക് നേരെ വെടിയുതിർക്കാനും കണ്ണീർവാതകം പ്രയോഗിക്കാനും പോലീസിന് ഭരണകൂടം നിർദ്ദേശം നൽകി. ഇതിനു പിന്നാലെ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലായി ഇതുവരെ 100 കണക്കിന് പ്രതിഷേധങ്ങൾക്കാണ് കർഷകർ നേതൃത്വം നൽകിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ ജയ് കിസാൻ വാദമുയർത്തി വോട്ട് പിടിക്കാനെത്തിയ BJP നേതാക്കളെ ഗ്രാമങ്ങളിൽ കാലുകുത്താൻ പോലും കർഷകർ അനുവദിക്കാതായതോടെ പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിൽ പരാജയപ്പെടുമെന്ന ഭീതിയിലാണ് BJP. പലയിടത്തും കർഷകരുടെ രൂക്ഷമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സ്ഥാനാർത്ഥികൾ പരിപാടികൾ റദ്ദാക്കി തിരിച്ചുപോയി. കനത്ത പോലീസ് സംരക്ഷണത്തിലാണ് ഇവരുടെ പ്രചാരണ വാഹനങ്ങൾ നഗരങ്ങളിലൂടെ പോലും കടന്നുപോകുന്നത്. പ്രതിഷേധം ഭയന്ന ഇരു സംസ്ഥാനങ്ങളിലും മുൻകൂട്ടി നിശ്ചയിച്ച റാലികളിൽ നിന്ന് മോദിയും അമിത്ഷായും വിട്ടുനിൽക്കുകയാണ്. 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിലും ജൂൺ 1-ന് വോട്ടെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും BJPക്ക് തിരിച്ചടിയായി കർഷക സമരം വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. ദില്ലി ചലോ മാർച്ചിന്റെ 100ാം ദിവസമായ ഇന്നും BJP നേതാക്കളുടെ വീടുകൾ വളയുന്നതടക്കം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. നരേന്ദ്രമോദി കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ലെന്നും തങ്ങളുടെ 3 കർഷകർ ഇപ്പോൾ ജയിലിലാണെന്നും അവരെ മോചിപ്പിക്കണമെന്നുമുള്ള ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.